ഹായ് എവ്രിവൺ, വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ എഴുന്നേറ്റ് പുറത്ത് സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചെറിയൊരു മടിയുണ്ട്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, എല്ലാ ദിവസവും എല്ലാവരുടെയും ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് എങ്ങനെയെങ്കിലും തള്ളി നീക്കുക എന്നതിലുപരി അത് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതിലാണല്ലേ കാര്യം. ഞാനൊരു അമ്മയായതിനു ശേഷം എനിക്ക് 24 മണിക്കൂർ തികയുന്നില്ല എന്ന് തോന്നാറുണ്ട്. നിങ്ങളിൽ പലർക്കും അങ്ങനെ തോന്നാറുണ്ടാവില്ലേ? വീട്ടിലെ ജോലിയും കുട്ടിയുടെ കാര്യവും പ്ലസ് എൻ്റെ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടീസും ഒക്കെ ആയിട്ട് തകിടം മറിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണ്. ചിലപ്പോഴൊക്കെ വിഷമം വരാറുണ്ട്, ചിലപ്പോഴൊക്കെ ഭയങ്കര സന്തോഷവും മോട്ടിവേറ്റഡും ആകാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി എൻ്റെ തിരക്ക് പിടിച്ച ദിവസങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന്. അത് കണ്ട് സെൽഫ് മോട്ടിവേറ്റഡുമാകാം, അത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുകയും ചെയ്യാം. എല്ലാവർക്കും ഗുണമുണ്ടാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ലേ. ഞാൻ എന്നും രാവിലെ എണീറ്റ് എൻ്റെ കിച്ചണിലെ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ജോലികൾ തുടങ്ങുന്നത്. എല്ലാവരും ചെയ്യുന്ന പോലെ ബ്രേക്ക്ഫാസ്റ്റ് പണിയിലേക്ക്. അതും എളുപ്പമുള്ള പൊടിക്കൈകളാണ് കേട്ടോ ചെയ്യുന്നത്. സോ ഞാൻ ഇഡ്ഡലിക്ക് വെച്ചു, പിന്നെ ചായയൊക്കെ തിളപ്പിച്ചു. ചായ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആ ചൂട് ആവി പറക്കുന്ന ചായ അങ്ങനെ കപ്പിലോട്ടൊക്കെ ഒഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. പക്ഷേ അതിങ്ങനെ ഗുപ്തനെ പോലെ ഊതി ഊതി ആറ്റി കുടിക്കാനൊന്നും സമയം കിട്ടാറില്ലല്ലോ കേട്ടോ. ചിലപ്പോൾ തണുത്തു പോകാറുണ്ട്. എന്നാലും ചായ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മൈ ഡേ. ഇന്ന് ഹസ്ബൻഡിന് ഡ്യൂട്ടി ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് സംസാരിച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ ചായ കുടിച്ചത്. അതിനുശേഷം വീണ്ടും കിച്ചണിലേക്ക് കയറി. എന്നെ സഹായിക്കാൻ വരുന്ന ചേച്ചി എനിക്ക് നേരത്തെ തന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് ചൂടാക്കി പിന്നെ ഒരു ചട്നിയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയപ്പം ദേ ഒരു അതിഥി ഒളിഞ്ഞു നിന്ന് നോക്കുന്നു. നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് കിച്ചണിൻ്റെ ഡോർ അടച്ചിട്ടത്. കുഞ്ഞുവാവകൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് കയറി പിടിക്കുന്നതെന്നറിയില്ല. സോ എല്ലാ സാധനങ്ങളും തകിടം മറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഡോർ അടച്ചിട്ടിട്ടാണ് എൻ്റെ പണിപ്പുരയിൽ പണികൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് കുഞ്ഞിനെ നോക്കാനായിട്ട് ഹസ്ബൻഡ് ഉണ്ട് കേട്ടോ. പലപ്പോഴും അമ്മമാർക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നടത്തില്ല എന്നല്ല, അങ്ങനെ നടത്തുന്ന അമ്മമാരും ഉണ്ട്. പക്ഷേ ഹസ്ബൻഡും വൈഫും കൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് വേറൊരു വൈബാണ്. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകാനായിട്ടും ഒരു 100% ആ ഒരു ബോണ്ട് ഹെൽപ്പ് ചെയ്യും. കുട്ടികൾക്കും ആ ഒരു ബോണ്ട് നല്ല കേട്ടോ. എപ്പോഴും അമ്മമാരോടിരുന്ന് അവർക്ക് ആ ഒരു ബോറടി ഫീൽ ചെയ്യുന്നതിനേക്കാളും അച്ഛന്മാരോടും ബാക്കി ഗ്രാൻഡ് പേരൻസിനോടും ഒക്കെ ഇരിക്കുമ്പോൾ അവർക്കും അവരുടെ ഡെവലപ്മെൻറ്റിന് ഭയങ്കര നല്ലൊരു കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ കുഞ്ഞിൻ്റെ ബോട്ടിൽസൊക്കെ കഴുകാൻ വേണ്ടി പോയി. രാവിലെയും വൈകുന്നേരവും ബോട്ടിൽസ് സ്റ്റെറിലൈസ് ചെയ്യും. ഡെയിലി യൂസ് ചെയ്യുന്നതെല്ലാം അങ്ങനെ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് കുറച്ചൊക്കെ അണുവിമുക്തമാക്കി നല്ല സ്റ്റെറിലൈസ്ഡ് ആയിട്ടൊരു കണ്ടീഷനിൽ കുഞ്ഞിന് കൊടുക്കാൻ പറ്റും. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോകാനുള്ള ടൈമായി. സോ ഞാൻ ധൃതി പിടിച്ച് ഇഡ്ഡലി ഇളക്കിയിടുകയാണ് കേട്ടോ. കറക്റ്റ് ആ റൗണ്ടിലൊക്കെ ഇളക്കിയിടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. മാവ് കുറച്ച് ഹാർഡായിരുന്നു, അത് നന്നായിട്ട് പുളിച്ചു പൊങ്ങാത്തതുകൊണ്ടായിരിക്കാം. എന്നിട്ട് ഞാൻ ചട്നിയും സാമ്പാറും ഒക്കെ എടുത്ത് മോനെ ഫീഡ് ചെയ്യാനായിട്ട് പോയി. കുഞ്ഞൂട്ടനെ അറിയാം എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം എന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ അവൻ ഫുഡൊക്കെ പെട്ടെന്ന് കഴിച്ചോളും. ചില ദിവസങ്ങളിൽ കുറച്ച് പാടുമാണ്, പക്ഷേ ഇന്ന് എന്തോ അവൻ നേരത്തെ ഫുഡൊക്കെ കഴിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് കിച്ചണൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പോകാനുള്ള ടൈമും കൂടെ കിട്ടി. ഉച്ചക്കലത്തെ ഫുഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, കാരണം ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസമായതുകൊണ്ട്. മിക്കപ്പോഴും എന്നെ സഹായിക്കാൻ വരുന്ന ചേച്ചി ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കും. സോ ഞാൻ റെഡി ആവാൻ പോവുകയാണ്. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വിത്തിൻ സെക്കൻഡ്സിലാണ്. പക്ഷേ സൺസ്ക്രീം എന്തായാലും യൂസ് ചെയ്യും. പിന്നെ പൊട്ട് അതും നിർബന്ധം. ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ അധികം സമയമൊന്നും എടുത്ത് ഒരുങ്ങാറില്ല കേട്ടോ. 5 മിനിറ്റ്സിൽ തന്നെ റെഡിയാവും. പക്ഷേ ഇതിൽ ഏറ്റവും സുഖമുള്ള കാര്യം ഈ ഒരു ട്രാൻസിഷൻ ടൈമാണ്. ഈ ട്രാൻസിറ്റ് ടൈമിലാണ് ഒരു വീട്ടമ്മയിൽ നിന്നും പെട്ടെന്ന് ഒരു ഡോക്ടറിലേക്ക് ഞാൻ മാറുന്നത്. ശേഷം ഹോസ്പിറ്റലിൽ. സോ പഞ്ചിനൊക്കെ ചെയ്തിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ തിരിച്ചു വന്നു. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് എനിക്കൊരു ഡാൻസ് ക്ലാസ് ഉണ്ട്. ഭരതനാട്യത്തിൻ്റെ ബേസിക് സ്റ്റെപ്സാണ് അവിടെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
സോ ആ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയി അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വന്ന് ഒരു ഫാമിലി ടൈം ആയിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒരു മൂവിക്ക് പോയാലോ എന്ന് ഹസ്ബൻഡ് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഒരു മൂവി കാണാനായിട്ട് ഇറങ്ങി. നുണക്കുഴി മൂവിയാണ് കേട്ടോ കാണാൻ പോയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നുണക്കുഴിയുണ്ട്. സോ മൂവി കാണുന്നതിന് മുമ്പായിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറി. ചായ കുടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോൾ ഒരു പാർട്ടാണ്. എല്ലാം ഒരു ചായയിലില്ലാതാവും. സ്ട്രെസ്സും ബുദ്ധിമുട്ടും കൺഫ്യൂഷൻസും എല്ലാം. വണ്ടിയിൽ എപ്പോഴും കുഞ്ഞുവാവയ്ക്ക് എന്തെങ്കിലും ഒരു ടോയ് ഞാൻ കരുതിയിരിക്കും. അവനിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു ഫ്ലാഗ് അതവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എപ്പോഴും കയ്യിൽ കരുതിയിരിക്കും. അപ്പോഴേക്കും ദേ നന്നായിട്ട് നേരം ഇരുട്ടി തുടങ്ങി. സോ തിയേറ്ററിൽ എത്തിയത് തന്നെ ഞങ്ങൾ ലേറ്റായിട്ടാണ്. ഒരു 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞ് കാണും. ഇപ്പോൾ മൂവി കാണുമ്പോൾ ഞങ്ങളുടെ 3 പേരുടെയും ഹൈലൈറ്റ് പോപ്കോണാണ്. പണ്ടും പോപ്കോൺ ഇഷ്ടമാണ്, പക്ഷേ ഇപ്പം ഞങ്ങളുടെ കുഞ്ഞിന് പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ്. മൂവിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങ് തിരിച്ചെത്തിയപ്പോൾ ഏകദേശം 10:30 കഴിഞ്ഞു കേട്ടോ. ഫുഡൊക്കെ നൈറ്റിലേക്ക് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഫുഡൊക്കെ കഴിച്ചു, സുഖമായിട്ട് കിടന്നുറങ്ങി. സോ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. മാക്സിമം നമ്മൾ പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ നോക്കുക. ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും അടുത്ത കാര്യങ്ങൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.